ഒരു എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഫ്രീ റൈവിംഗ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇവിടോട്ടൊന്ന് ഒതുക്കിയിട്ട് കാണിച്ചു തരാം. ഇവിടോട്ടൊന്ന് ഒതുക്കിയിട്ട് വീട്ടുകാരൊന്നും തെറി പറയത്തില്ലായിരിക്കും. അതിപ്പോൾ നോക്കിയാൽ കാണാം. കണ്ടോ, ഏകദേശം 7500-8000 RPM അടുത്ത് വരെ റവ് ആവുന്നുണ്ട്. ഏതെങ്കിലും വണ്ടി നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടോ? സാധാരണ നമ്മുടെ ഇപ്പോൾ ഉള്ള വണ്ടികളിലെല്ലാം പറയുന്നതിനിടയ്ക്ക് വീണ്ടും ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് അത്ര അധികമാണ്. ഹായ് ഗൈസ്, എല്ലാവർക്കും മോട്ടോർ ഗാരേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ പോകുന്നത് 2000 മുതൽ അതായത് 2003 വരെ ഹോണ്ട പുറത്തിറക്കിയ ഹോണ്ടയുടെ സിറ്റിയാണ്. അതായത് ഹോണ്ട സിറ്റി ടൈപ്പ് 2 എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു സിറ്റി മാർക്കറ്റിൽ വന്ന സമയത്ത് ഇതിലുണ്ടായിരുന്നത് 1.3 ലിറ്റർ ഒരു എഞ്ചിൻ, അതുപോലെ തന്നെ 1.5 ലിറ്റർ EXA എന്ന് പറഞ്ഞൊരു മോഡൽ, അതേപോലെ തന്നെ 1.5 ലിറ്ററിൻ്റെ ഒരു VTEC എഞ്ചിനും ഉണ്ടായിരുന്നു. ആ ഒരു VTEC എഞ്ചിനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു VTEC എഞ്ചിനാണ്. അപ്പോൾ ഹോണ്ടയുടെ സിറ്റിയിലേക്ക് ഏറ്റവും ആദ്യം VTEC വന്നത് ഈ ഒരു ടൈപ്പ് 2-ലായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് VTEC എന്ന് പറഞ്ഞാൽ, VTECനെ പറ്റി ഒരുപാട് പേർക്ക് ഇപ്പോഴും കറക്റ്റായിട്ടുള്ളൊരു ധാരണയില്ല. അപ്പോൾ VTECനെ പറ്റിയുള്ള കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വണ്ടിയുടെ എൻജിനിൽ നിന്ന് തുടങ്ങിക്കളയാം. ഇതാണ് നമ്മുടെ ഈ വണ്ടിയുടെ ഒരു പവർ സോഴ്സ്. ഒരു 1.5 ലിറ്റർ VTEC എഞ്ചിനാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ 1.5 ലിറ്റർ EXA ആണെന്നുണ്ടെങ്കിൽ ഈ VTEC എന്നുള്ള ബാഡ്ജിങ് കാണത്തില്ല. അതിന് പകരം ഒരു ഹൈപ്പർ 16 വാൽവ് എന്നുള്ള ഒരു ബാഡ്ജിങ് ആയിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ VTEC എഞ്ചിൻ ആയതുകൊണ്ടാണ് ഇവിടെ ഒരു VTECൻ്റെ ബാഡ്ജിങ് സെപ്പറേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. എഞ്ചിൻ ഇൻസ്റ്റലേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിയിൽ കൊടുത്തിട്ടില്ല. അതിൻ്റെ ഒരു ആവശ്യം സത്യം പറഞ്ഞാൽ ഇതിനില്ല. ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക് ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഇനി നമ്മുടെ ഫ്രണ്ടിലെ മറ്റ് വ്യൂവും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ലുക്കാണെന്ന് നമുക്ക് പറയാം. വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ഡിസൈനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം അനാവശ്യമായിട്ടുള്ള ഒരു കട്ടിങ്ങുകളോ ലൈനുകളോ ജിമിക്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാത്ത ഒരു ക്ലീൻ ഡിസൈനാണ് നമ്മുടെ ഹോണ്ട സിറ്റിയിൽ ടൈപ്പ് 2-ൽ വന്നിരുന്നത്. അപ്പോൾ നമ്മുടെ ഹെഡ് ലാമ്പ് യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു നീളമുള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം. ഒരു സിംഗിൾ ചേമ്പർ ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. അതിൽ ഹാലജൻ ബൾബുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ പ്ലേസ്മെൻറ്റും കാണാം. നേരെ താഴേക്ക് വരുന്ന സമയത്ത് ബമ്പറിലാണ് ഒരു ഫോഗ് ലാമ്പിൻ്റെ യൂണിറ്റ് വരുന്നത്. ഇതിലിപ്പോൾ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഫോഗ് ലാമ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വണ്ടിയിൽ അത്യാവശ്യം മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമ്മൾ വീഡിയോ മുന്നോട്ട് പോകുന്ന സമയത്ത് ഓരോന്ന് പറഞ്ഞു പോകാം. അപ്പോൾ മോഡിഫിക്കേഷൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ കംപ്ലീറ്റ് സ്കേർട്ടിങ്സും അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു ബമ്പർ ലിപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു ബമ്പർ ലിപ്പും അതുപോലെ തന്നെ സ്കേർട്ടിങ്സും വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. സ്കേർട്ടിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിലും ഫ്രണ്ടിലും അതുപോലെ ബാക്കിലും തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വലിയ വീലിനെയൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം ബോഡിയുടെ ഫെൻഡേഴ്സ് ഈ ഒരു സൈഡും ബാക്കും എല്ലാം തന്നെ
ഒന്ന് വലുതാക്കി എടുത്തിട്ടുണ്ട്, ഒരു വൈറ്റ് ബോഡി ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബോണറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഹോണ്ട സിറ്റി കാണുന്ന രീതിക്കുള്ള ഒരു കട്ടിങ്, ഒരു ഡിസൈൻ എലമെൻറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ലുക്കാണ് വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സൈഡിലേക്കുള്ള വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, അനാവശ്യമായിട്ടുള്ള കട്ടിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ വളരെ ക്ലീൻ ആയിട്ടുള്ള, വളരെ നീറ്റായിട്ടുള്ള ഒരു ഡിസൈനാണ് സൈഡിലും വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്ന വീൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17 ഇഞ്ച് വീലാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്കായിട്ട് നമ്മുടെ VTECൽ വന്നുകൊണ്ടിരുന്നു പറഞ്ഞാൽ 175, 65, 14 ഇഞ്ച് വീൽസ് ആയിരുന്നു സ്റ്റോക്ക് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് 205/40, അതൊരു 17 ഇഞ്ചിൻ്റെ ഒരു വീലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത് വണ്ടിയുടെ ആ ഒരു മൊത്തത്തിലുള്ള ലുക്ക് നല്ല രീതിക്ക് കൂട്ടുന്ന തരത്തിൽ ഒരു ഓഫ്സെറ്റോട് കൂടിയിട്ടുള്ള ഒരു അലോയ് വീലാണ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗത്ത് ഈ ഒരു സൈഡിലെ ബോഡിയിൽ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ പ്ലേസ്മെൻറ്റ് കാണാം. നമ്മുടെ സൈഡ് മിറർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡി കളറാണ് വരുന്നത്. അതിൽ ഇൻഡിക്കേറ്ററോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഈ ഒരു സൈഡ് ബോഡിയിലാണ് അതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ പ്ലേസ്മെൻറ്റ് വരുന്നത്. ഇനി ആ ഒരു ഡോർ ഹാൻഡിലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും വണ്ടിയുടെ ബോഡി കളേർഡായിട്ട് തന്നെയാണ് ഡോർ ഹാൻഡിൽ വരുന്നത്. ഡോർ ഹാൻഡിലിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരു ബീഡിങ് ആണ്, സൈഡ് തട്ടാതിരിക്കാനൊക്കെയുള്ള ഒരു ചെറിയൊരു പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഒരു ബീഡിങ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ സൈഡിൽ ഒരു സ്കേർട്ടിങ്സ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊരു ലോവേഡായിട്ടുള്ള ഒരു ലുക്ക് വണ്ടിക്ക് നല്ലപോലെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയൊരു നമ്മുടെ വിൻഡോയുടെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്രോം സ്ട്രിപ്പ് നമ്മുടെ ആ ഒരു 2 വിൻഡോയുടെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ സൈഡിലെ വിശേഷങ്ങൾ. ഇനി ബാക്കിലേക്ക് പോകുമ്പോൾ VTECൻ്റെ ആ ഒരു സ്പോയിലർ കൊടുത്തിരിക്കുന്നത് കാണാം. അതായത് VTECൽ എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും 1.5 EXE വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അലോയ് വീൽസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ ഒരു VTEC സ്പോയിലർ അന്ന് അന്ന് വണ്ടിയിൽ വന്നിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ എൻജിൻ കവറിലും VTEC എന്നുള്ള ബാഡ്ജിങ് ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു അന്ന് പെട്ടെന്ന് നമ്മുടെ VTECും അതുപോലെ തന്നെ സാധാ 1.5 ലിറ്റർ എൻജിൻ തമ്മിൽ വ്യത്യാസമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ ആ ഒരു ടെയിൽ ലൈറ്റ് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിപ്പമുള്ള ഒരു ടെയിൽ ലാമ്പിൻ്റെ സെക്ഷൻ തന്നെയാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു സ്പോയിലർ കാണാം, VTECൻ്റെ സ്പോയിലർ കാണാം. അവിടെ ഒരു സ്റ്റോപ്പിംഗ് ലാമ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നേരെ താഴെയായിട്ട് ഹോണ്ടയുടെ ഒരു ലോഗോ കൂടി വരുന്നുണ്ട്. ഫ്രണ്ടിലുണ്ടായിരുന്നതാണ്, എന്നാൽ അത് എടുത്ത് മാറ്റിയതാണ് ഫ്രണ്ടിലെ ഒരു ലോഗോ. നമ്മൾ ബാക്കിൽ വന്നപ്പോഴാണ് ശരിക്കും ആ ഒരു ഹോണ്ടയുടെ ലോഗോ ഇപ്പോൾ ഇവിടെ കണ്ടത്. അപ്പോൾ അതിൻ്റെ താഴെ നമ്പർ പ്ലേറ്റിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് കാണാം. അതുപോലെ നമ്മുടെ ബൂട്ട് തുറക്കാനായിട്ടുള്ള ഒരു കീ ഹോളും കൂടി ബാക്കിലായിട്ട് വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ സെൻസറുകളും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതല്ല ശരിക്കും സ്റ്റോക്ക് VTECൻ്റെ എക്സോസ്റ്റിങ്ങിനല്ല വരുന്നത്. 2 പൈപ്പായിരിക്കും, 2 ഔട്ട് കാണും. ഇതിപ്പോൾ സാധാ 1.5ൻ്റെ എക്സോസ്റ്റാണ് കയറ്റിയത്. കാരണം നമ്മുടെ ഈ വണ്ടിയിൽ ഒരു ഹെഡ് എക്സോസ്റ്റ് ഉണ്ടായിരുന്നതാണ്. നമ്മുടെ മോട്ടോർ വെഹിക്കിളിലൊക്കെ ചെറിയ പ്രശ്നമൊക്കെ വന്ന സമയത്ത് എല്ലാം ഫുള്ള് എല്ലാം തന്നെ അഴിച്ച് മാറ്റിയതാണ്. നമ്മുടെ വിക്കിയാശം പറയുന്ന പോലെ ഫുള്ള് അഴിക്കുക, പിന്നെയും പണിയുക, അഴിക്കുക, പണിയുക, ആ ഒരു മോഡിൽ നടക്കുന്ന വണ്ടിയാണിത്. അപ്പോൾ അങ്ങനെ അഴിച്ച് ഇപ്പോൾ സ്റ്റോക്ക് ആക്കിയ സമയത്ത് ഈ ഒരു സാധാ 1.5ൻ്റെ എക്സോസ്റ്റാണ് ഇപ്പോൾ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ VTECൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെർണയിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു ഡ്യുവൽ ഔട്ട് നമുക്ക് വണ്ടിയിൽ കാണാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ബാക്കിലെ ആ ഒരു താഴത്തെ വിശേഷങ്ങൾ. ഇനി നമ്മുടെ ബാക്കിലെ വിൻഡോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഡീഫോക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ഓട്ടോബോട്ട്സ് എന്നുള്ളൊരു ലോഗോ ആണ്. അതായത് ഈ ഒരു വണ്ടി ഓട്ടോബോട്ട്സ് എന്ന ക്ലബ്ബിൽ ഉള്ളതാണ്. അവരുടെ ഒരു ലോഗോ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ എക്സ്റ്റീരിയറിലെ മെയിനായിട്ടുള്ള വിശേഷങ്ങൾ. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിലേക്ക് പോകാം. ഉള്ളിലേക്ക് പോയിട്ട് ഉള്ളിലെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയറിൻ്റെ മൊത്തത്തിലുള്ള റിവ്യൂ. ഫുള്ള് ബ്ലാക്കായിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് നമ്മുടെ ഈ ഒരു ഹോണ്ട സിറ്റിയിൽ വന്നിരുന്നത്. അപ്പോൾ നമ്മുടെ സൈഡ് ഡോറിൻ്റെ പാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു സ്പീക്കറിൻ്റെ ഗ്രില്ല് കാണാം. അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഹാൻഡിൽ അതിൽ നമ്മുടെ എല്ലാ വിൻഡോകളുടെയും കൺട്രോൾസ് കാണാം. അതുപോലെ നമ്മുടെ ലോക്ക് ഇവിടെ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്പേസ് കാണാം, സ്റ്റോറേജ് സ്പേസ് കാണാം. അതിൽ നമുക്ക് മാഗസിനോ ഒക്കെ ഇട്ട് വെക്കാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ വണ്ടിയിൽ വരുന്നുണ്ട്. ഇനി ഉള്ളിലേക്ക് കയറിയിട്ട് മറ്റു കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഇനി ഇൻറ്റീരിയറിലെ മറ്റു വിശേഷങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിയറിംഗ് വീല് അത് നോക്കിയാൽ ഒരു 4 സ്പോക്ക് ഉള്ളൊരു സ്റ്റിയറിംഗ് വീല് കാണാം. അതിലായിട്ട് നമ്മുടെ ഒരു ഹോണ്ടയുടെ ബാഡ്ജിങ് കൂടി വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ ഹോൺ വരുന്നത്. എല്ലാം ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്തിട്ടുള്ള ഹോണാണ്. ഇനി നമ്മുടെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ടാക്കോമീറ്ററും റൈറ്റ് സൈഡിൽ അതിൻ്റെ സ്പീഡോമീറ്ററും കാണാം. അതുപോലെ ഒരു സെൻട്രൽ ഡിസ്പ്ലേയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഒരു ഹീറ്റിൻ്റെ ടെമ്പറേച്ചറിൻ്റെ സെൻസർ കാണാം. നമ്മുടെ ഒരു ടെമ്പറേച്ചറിൻ്റെ ഒരു ഗേജ് ഉണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഫ്യൂവലിൻ്റെ ഒരു ഡിസ്പ്ലേയും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഹൈ ബീമിൻ്റെയും താഴേക്ക് വരുന്ന സമയത്ത് എഞ്ചിൻ വാർണിങ്ങിൻ്റെയും നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെയും അതുപോലെ തന്നെ ബാറ്ററിയുടെയും മറ്റ് സിമ്പിൾ വരുന്നത്
ആ ഒരു സെൻറ്ററിലെ താഴത്തെ ഒരു ഡിസ്പ്ലേക്കകത്താണ്. ഇനിയും അവിടെ ആ റൈറ്റ് സൈഡിലെ സ്പീഡോമീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു ഓഡോമീറ്ററും അതുപോലെ തന്നെ ട്രിപ്പ് മീറ്ററും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലെ കാര്യങ്ങൾ. ഇനി നമ്മുടെ വണ്ടിയുടെ ആ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 എയർ വെൻറ്റുകളാണ് വരുന്നത്. നമ്മൾ സാധാരണ ഇപ്പോഴത്തെ എല്ലാ വണ്ടികൾ കണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എയർ വെൻറ്റുകളായിരിക്കും. എന്നാൽ ഈ ഒരു സിറ്റിയിൽ 3 എയർ വെൻറ്റുകളാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലോക്ക് കാണാം. ആ ക്ലോക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ബട്ടണുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ AC-യുടെ സ്വിച്ച് കാണാം. നേരെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിലായിട്ട് ഹസാർഡ് ബൾബിൻ്റെയും കൂടെ സ്വിച്ച് കാണാൻ സാധിക്കും. ഇനി അതിൻ്റെ താഴേക്ക് വരുന്ന സമയത്ത് നമ്മുടെ എയർ കണ്ടീഷനിങ്ങിൻ്റെ ഒരു കൺട്രോൾ ബട്ടണുകൾ, 3 കൺട്രോൾ ബട്ടണുകളും അതുപോലെ തന്നെ നമ്മുടെ എയറിൻ്റെ ഒക്കെ ഇൻടേക്കിൻ്റെ ഒരു കൺട്രോൾസ് എല്ലാമാണ് വരുന്നത്. ഇനി അതിൻ്റെ താഴെയാണ് നമ്മുടെ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ആ ഒരു സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ആഷ്ട്രേ കൊടുത്തിട്ടുണ്ട്. ഒരു ആഷ്ട്രേ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു പവർ സോക്കറ്റ് കൂടി വണ്ടിയിൽ വരുന്നുണ്ട്. അതിൻ്റെ താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. കോയിൻ ഹോൾഡേഴ്സ് കാണാം. അതിൻ്റെ താഴേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഗിയർ ലിവർ കാണാം. അതിൻ്റെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ കാണാൻ സാധിക്കും. ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവറിൻ്റെ മുകളിലായിട്ട് ഒരു ആംറസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ആംറസ്റ്റിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൂടെ വണ്ടിയിൽ വരുന്നുണ്ട്. ഇനി സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഒരു VTECൻ്റെ സീറ്റ് വരുന്നത്. VTECൽ വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഹോളോ പോലാണ് വരുന്നത്. നമ്മുടെ സാധാരണ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ കാണത്തില്ല. ഇത് ഫുള്ള് കവേർഡായിട്ടായിരിക്കും വരുന്നത്. VTEC വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ചെറിയൊരു ഹോള് പോലെ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലെ ഹെഡ് റെസ്റ്റിൽ വരുന്നത്. അപ്പം മൊത്തത്തിലുള്ള ആ ഒരു ഇൻറ്റീരിയറിൻ്റെ ഒരു ഫിറ്റും ഫിനിഷും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ വളരെ നല്ലതാണ്. ഇത്ര വർഷം മുമ്പ് ഇറങ്ങിയതാണെന്നുണ്ടെങ്കിൽ പോലും നല്ല രീതിക്കുള്ള ഒരു ഫിറ്റും ഫിനിഷും നമ്മുടെ വണ്ടിയിൽ അന്ന് തന്നെ ലഭിച്ചിരുന്നു. അപ്പോൾ ഇനി ഒരു ഗ്ലൗ ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഗ്ലൗ ബോക്സ് കാണുന്നത്. ഒരു ഡീസൻറ്റ് സൈസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ, ഒരുപാട് വലുപ്പമെന്ന് പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഗ്ലൗ ബോക്സ് കാണാം. അപ്പോൾ നമ്മുടെ ഒരു റിയർ വ്യൂ മിറർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുവലി അഡ്ജസ്റ്റ് ആണ് റിയർ വ്യൂ മിറർ വരുന്നത്. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു റിയർ വ്യൂ മിറർ വരുന്നുണ്ട്. ഇനി ആ ഷെയ്ഡിൽ ഇവിടെ ഒരു വാനിറ്റി മിററും കൂടി വരുന്നുണ്ട്. റൈറ്റ് സൈഡിലെ ഷെയ്ഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു വാനിറ്റി മിറർ നമ്മുടെ വണ്ടിയിൽ വരുന്നുണ്ട്. ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ലൈറ്റും കൂടി വണ്ടിക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാസഞ്ചറിൻ്റെ സൈഡിൻ്റെ മുകളിലേക്ക് ഇവിടെ ഒരു ഹാൻഡിലും കൂടി വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയറിലെ വിശേഷങ്ങൾ, ഫ്രണ്ടിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ബാക്കിലേക്ക് പോയിട്ട് ബാക്കിലെ മറ്റ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിലെ സീറ്റ് വരുന്നത്. അത്യാവശ്യം സ്പേസ് ഉണ്ടെന്ന് പറയാം. കാരണം ഇപ്പോൾ ഫ്രണ്ടിലെ സീറ്റ് എൻ്റെ ഒരു ഹൈറ്റിനനുസരിച്ച്, എൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ അനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഏകദേശം 6 ഫീറ്റ് ഹൈറ്റുള്ള ആളാണ് ഞാൻ. അപ്പോൾ ആ ഒരു സെറ്റിംഗ് വെച്ചാണ് ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിലെ സീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പോലും ബാക്കിലിരിക്കുമ്പോൾ അത്യാവശ്യം ഒരു നീ റൂം, അത്യാവശ്യം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരുപാടൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും വലിയ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള നീ റൂമുണ്ട്. ലെഗ് റൂം കുറവാണ്. അതുപോലെ തന്നെ അണ്ടർ തൈ സപ്പോർട്ടും തീരെ കുറവാണെന്ന് തന്നെ പറയാം. അണ്ടർ തൈ സപ്പോർട്ട് തീരെ കുറവാണെന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. നമ്മുടെ ഒരു സീറ്റിൻ്റെ ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കുഷനിങ് ഉണ്ട്. നല്ലപോലെ കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. ഇച്ചിരി നമ്മൾ ഫ്രണ്ടിലേക്ക് ഒന്ന് ഇറങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഇരുന്ന് പോകാനായിട്ട് സാധിക്കും. ഇനി ബാക്കിലെ ഹെഡ് റെസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളല്ല, ഫിക്സ്ഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളാണ് വണ്ടിയിൽ വരുന്നത്. ബാക്കിലോട്ട് നമ്മുടെ ഒരു സ്പീക്കറിൻ്റെ ഒക്കെ പ്ലേസ്മെൻറ്റ് കാണാം. ഇനി ഒരു സൈഡിലെ ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോറ് തുറക്കാനായിട്ടുള്ള ഹാൻഡിൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ പവർ വിൻഡോയുടെ കൺട്രോൾസോട് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഡോറിൻ്റെ ലോക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാൻഡിലുണ്ട്. നമ്മുടെ ഡോർ തുറക്കാനടക്കാനൊക്കെ പിടിക്കാനുള്ള ഒരു ഹാൻഡിലും കൂടി നമ്മുടെ ഈ വണ്ടിയിൽ വരുന്നുണ്ട്. ഇനി ഒരു സെൻട്രൽ ആംറസ്റ്റിൻ്റെ താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആഷ്ട്രേ കാണാൻ സാധിക്കും. അവിടെ ഒരു ആഷ്ട്രേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയറിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയുടെ ബൂട്ട് സ്പേസ് കൂടെ നോക്കിയിട്ട് പോവാം. അപ്പോൾ നമ്മുടെ ആ ഒരു ബൂട്ട് തുറക്കുന്നതിൻ്റെ ലിവർ വരുന്നത് ബാക്കിലല്ല, ഈ ഒരു ഭാഗത്താണ് എൻ്റെ ലിവർ വരുന്നത്. അത് പൊക്കിയാൽ നമ്മുടെ ബൂട്ട് തുറക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ബൂട്ട് വരുന്നത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൂട്ടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇത് 2000-ലൊക്കെ എന്ന് പറയുമ്പോൾ ഇത്രയും വലിപ്പമുള്ളൊരു ബൂട്ടെന്ന് പറഞ്ഞാൽ വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഈ വണ്ടിയിലെ ഒരു സബ് വൂഫറും അതുപോലെ തന്നെ അതിൻ്റെ ആബും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു വണ്ടിയുടെ എക്സ്റ്റീരിയറിലെ വിശേഷങ്ങൾ വരുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വണ്ടി ഓടിച്ച് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്തിരുന്ന ഒരു VTEC എഞ്ചിനാണെന്ന് പറഞ്ഞു. അപ്പോൾ VTECൻ്റെ പെർഫോമൻസ് എന്താണെന്ന് ആദ്യം നേടാൻ നോക്കും. കേട്ടോ, ആ
സൗണ്ടിൽ വന്ന ഒരു മാറ്റം കണ്ടോ? അതായത് ഒരു 5300 അല്ല ഒരു 5500 RPM ശേഷം വണ്ടിയുടെ ഒരു പെർഫോമൻസ് കംപ്ലീറ്റ് ആയിട്ട് മാറുവാണ്. ഒരു 5500 RPM കഴിയുമ്പോഴത്തേനും വണ്ടി വേറൊരു ലെവലിലേക്ക് മാറും. അതായത് ക്യാമിൻ്റെ പ്രൊഫൈൽ ചേഞ്ച് ആവും. അങ്ങനെ ചേഞ്ച് ആകുമ്പോഴത്തേനും വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് മാറുവാണ് ചെയ്യുന്നത്. ഈ ഒരു എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഫ്രീ റൈവിംഗ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇവിടോട്ടൊന്ന് ഒതുക്കിയിട്ട് കാണിച്ചു തരാം. ഇവിടോട്ടൊന്ന് ഒതുക്കിയിട്ട് വീട്ടുകാരൊന്നും തെറി പറയത്തില്ലായിരിക്കും. അതിപ്പോൾ നോക്കിയാൽ കാണാം. കണ്ടോ? ഏകദേശം 7500-8000 RPM അടുത്ത് വരെ റവ് ആവുന്നുണ്ട്. ഏതെങ്കിലും വണ്ടി നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടോ? സാധാരണ നമ്മുടെ ഇപ്പോൾ ഉള്ള വണ്ടികളിലെല്ലാം പറയുന്നതിനിടയ്ക്ക് വീണ്ടും ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് അത്ര അധികമാണ്. അത് ഒരിക്കലെങ്കിലും ഒരു VTEC എഞ്ചിൻ ഓടിച്ച ഒരാൾക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. ഇനി മൊത്തത്തിൽ VTEC എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് VTEC എന്ന് പറഞ്ഞാൽ വേരിയബിൾ വാൽവ് ടൈമിങ് ആൻഡ് ലിഫ്റ്റ് ഇലക്ട്രോണിക് കൺട്രോൾ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. സാധാരണ നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് വരുന്ന VVT അല്ലെന്നുണ്ടെങ്കിൽ VTVT ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് വേരിയബിൾ വാൽവ് ടൈമിങ് മാത്രമാണ്. അതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എൻജിൻ്റെ അകത്തുള്ള അതായത് നമ്മുടെ വാൽവുകളുടെ ടൈമിങ്ങിൽ മാത്രം മാറ്റം വരുന്നത്. ടൈമിങ് നേരത്തെ തുറക്കും അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ ക്ലോസ് ചെയ്യും. അങ്ങനെ ടൈമിങ്ങിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. പക്ഷേ അവിടെ ചേഞ്ച് ആകാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പണിങ്, ഒരു വാൽവ് തുറക്കുന്നത് അതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് തന്നെ ആയിരിക്കും. ആകെ വ്യത്യാസം വരുന്നത് കുറച്ചുകൂടെ നേരത്തെ തുറക്കും, കുറച്ച് നേരത്തെ അടയും. അത് മാത്രമാണ് ആകെ ഈ വേരിയബിൾ വാൽവ് ടൈമിങ്ങിനകത്ത് VVTക്ക് അതൊക്കെ വ്യത്യാസം വരുന്നത്. എന്നാൽ VTECൻ്റെ അകത്തേക്ക് വരുമ്പോൾ വരുന്ന മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ടൈമിങ്ങിൻ്റെ അകത്തും ചേഞ്ച് വരും. അതേപോലെ തന്നെ വാൽവ് തുറക്കുന്നത്, ഈ ഒരു വാൽവ് ഇങ്ങനെ താഴേക്ക് തുറക്കുന്നതിൻ്റെ ലെങ്തിൻ്റെ അകത്തും വ്യത്യാസം വരും. അപ്പോൾ ലെങ്തിനകത്ത് വ്യത്യാസം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു VTEC എഞ്ചിനകത്ത് 2 ക്യാമുകളാണ് വരുന്നത്, 2 ക്യാം പ്രൊഫൈലുകളാണ് വരുന്നത്. 5300 RPM താഴെ പോകുന്ന സമയത്ത് ഒരു ചെറിയ ക്യാമും അതേപോലെ തന്നെ 5300 RPM മുകളിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു വലിയ ക്യാമും വണ്ടിയിൽ ആക്ടിവേറ്റ് ആവും. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിക്കുള്ളിലെ ഒരു ഓയിലിൻ്റെ പ്രഷർ, ആ ഒരു ഓയിലിൻ്റെ പ്രഷർ ഒരു സർട്ടൻ വാല്യൂ കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു പിസ്റ്റൺ ആക്ടിവേറ്റ് ചെയ്യും. ആ പിസ്റ്റൺ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോളോവേഴ്സ്, അതായത് ക്യാമുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോളോവേഴ്സും തമ്മിൽ ആ ഒരു ഫോളോവേഴ്സിനെ ലിങ്ക് ചെയ്യും. അതൊരു ഹൈഡ്രോളിക് പിൻ വന്നിട്ട് ഈ ഒരു ഫോളോവേഴ്സ് ലിങ്ക് ചെയ്യും. അങ്ങനെ ലിങ്ക് ചെയ്യുമ്പോൾ ആ വലിയ ക്യാമ് വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കും പിന്നീട് ആ വണ്ടിയുടെ വാൽവുകളെല്ലാം തന്നെ തുറക്കുന്നതും അടയ്ക്കുന്നതും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എഞ്ചിൻ്റെ അകത്ത് തന്നെ 2 എഞ്ചിൻ്റെ ക്യാരക്ടർ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതായത് ഈ ഒരു 5300 RPM താഴെ നമ്മൾ ഈ സാധാരണ രീതിയിൽ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നല്ല മൈലേജ് നമുക്ക് ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഒരു 5300 RPM മുകളിലേക്ക് പോകുന്ന സമയത്ത് വളരെ നല്ല ഒരു പെർഫോമൻസ് നമുക്ക് വണ്ടിയിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ECU കൂടിയുണ്ട്. ആ ECU ആണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്തിട്ട് ഒരു 5300 RPM മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇതിനെ ആ ഒരു ഹൈഡ്രോളിക് പിന്നെ വർക്ക് ചെയ്യിപ്പിച്ച് ആ ഫോളോവേഴ്സിനെ തമ്മിൽ ലോക്ക് ആകുന്നു. അങ്ങനെ ലോക്ക് ആകുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ വലിയ ക്യാമിൻ്റെ, അതായത് വലിയ ക്യാം പ്രൊഫൈലുള്ള ക്യാമിൻ്റെ രീതിക്കനുസരിച്ച് വാൽവുകൾ തുറക്കുന്നതും അടയ്ക്കുന്നതും. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് അടുത്ത ആഴ്ച VTECനെ പറ്റി മാത്രമായിട്ട്, എന്താണ് VTEC, ആ VTECൻ്റെ ഒരു എഞ്ചിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത ആഴ്ച ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മുടെ വണ്ടിയുടെ മറ്റ് വിശേഷങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 106 VHP ആണ് ഈ വണ്ടിയുടെ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. ഇത് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്നത് 105 ഹോഴ്സ് പവർ ആണ്. ടോർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്നത് 132 ന്യൂട്ടൺ മീറ്റർ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ VTEC അല്ലാത്ത എഞ്ചിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 PS ഓഫ് പവറാണ് അതിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ആവുന്നത്. ജസ്റ്റ് ഒരു 6 ഹോഴ്സ് പവറിൻ്റെ വ്യത്യാസമാണ് വരുന്നത് ഈ ഒരു VTECും നമ്മുടെ സാധാ EXUമായിട്ട് നോക്കുന്ന സമയത്ത്. എന്നാലും മെയിനായിട്ടുള്ള ചേഞ്ച് ആ ഒരു 6 ഹോഴ്സ് പവറിൻ്റെ കാര്യത്തിലുള്ള ഈ ഒരു ക്യാം ഷാഫ്റ്റ് അല്ലെങ്കിൽ ഈ ക്യാമിൻ്റെ പ്രൊഫൈൽ അങ്ങോട്ടും ഇങ്ങോട്ട് സ്വിച്ച് ചെയ്ത് വണ്ടിയുടെ മൊത്തത്തിലുള്ള ക്യാരക്ടറിനെ തന്നെ മാറ്റുന്നതിലാണ് ഈ ഒരു VTECൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഹാൻഡ്ലിങ് നോക്കിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഹാൻഡ്ലിംഗ് ആണെന്ന് പറയാൻ സാധിക്കും. കാരണം നമ്മൾ അത്രത്തോളം ഗ്രൗണ്ട് ലെവലിലോട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒരു 1.5 അടി പൊക്കത്തിൽ മാത്രമാണ് നമ്മൾ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് പ്ലാൻഡ് ആയിട്ടാണ് ഈ വണ്ടി
റോഡിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വണ്ടിയുടെ കോർണറൊക്കെ ചെയ്യുന്ന സമയത്തെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ്. നമ്മൾ മറ്റ് വണ്ടികളിൽ ഇപ്പോൾ ഒരു സ്വിഫ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ i10 i20 ബലീനോ അല്ലെന്നുണ്ടെങ്കിൽ ആൾട്രസ് ഏത് വണ്ടി എടുത്ത് നോക്കിയാൽ അതിനൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ബോഡി റോളോ കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു സിറ്റിയിൽ നമുക്ക് വരത്തില്ല. അതല്ല ഇപ്പോഴത്തെ സിറ്റി വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ ലഭിക്കുന്ന ഒരു ബോഡി റോൾ പോലും നമുക്ക് ഈ ഒരു പഴയ മോഡൽ സിറ്റിയിൽ നമുക്ക് കിട്ടുന്നില്ല. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര ലോ ആയിട്ടുള്ള ഒരു റൈഡിങ് പൊസിഷനാണ്. റൈഡിങ് പൊസിഷൻ നമ്മുടേതും വണ്ടിയുടേതും അത്ര ലോ ആയിട്ടാണ് വണ്ടി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അത്ര ലോ ആയിട്ടാണ് വണ്ടിയുടെ ആ ഒരു പൊസിഷൻ വരുന്നത്. അതുകൊണ്ടാണ് നല്ല രീതിക്ക് നമുക്ക് കോർണറിലൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഈ വണ്ടി പോകാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ബ്രേക്കിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഡിസ്കും അതുപോലെ ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് വരുന്നത്. അത്രയ്ക്ക് വലിയ ഒരു പെർഫോമൻസ് നമുക്ക് പറയാൻ സാധിക്കത്തില്ലെങ്കിൽ പോലും ആവശ്യത്തിന് ഈ ഒരു വണ്ടിയുടെ പിടിച്ചു നിർത്താൻ ആവശ്യത്തിനുള്ള ഒരു പെർഫോമൻസ്, ഒരു ബ്രേക്ക് പവർ വണ്ടിയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രേക്കിൻ്റെ ബൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അത് ഉള്ള കാര്യമാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് ഇപ്പോൾ ഏകദേശം 20 വർഷത്തോളം പഴക്കമാകാൻ പോവാണ്. 20 വർഷത്തോളം പഴക്കമാകാൻ പോകുന്ന ഒരു വണ്ടിക്ക് നമ്മൾ സാധാരണ ലഭിക്കുന്നതിൽ നല്ലൊരു ബ്രേക്ക് പവർ ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ എന്തായാലും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. മൊത്തത്തിലൊരു ഫൺ ടു ഡ്രൈവ് വണ്ടി തന്നെയാണ് ഈ ഒരു സിറ്റി. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് ഈ വണ്ടി ഓടിച്ചവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ എത്ര ഒരു വലിയൊരു മറ്റൊരു സ്പോർട്സ് വണ്ടി ഓടിച്ച് നോക്കിയാലും അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഈ ഒരു VTEC ഓടിക്കുമ്പോൾ. VTECിൻ്റെ ആ ഒരു പെർഫോമൻസ് അങ്ങനെയാണ്. അത് ഈ ഒരു എന്താ ഇപ്പോൾ പറയുക, ഇപ്പോൾ RPM നിങ്ങൾ കണ്ടു, ഒരു 7500 RPM വരെ 7500 RPM ഇപ്പോൾ റെഡ് ലൈൻ ചെയ്യുന്നതാണ്. ഇത്രയ്ക്ക് ഫ്രീ റബ്ബിംഗ് ആയിട്ടുള്ള ഒരു മോട്ടർ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതൊന്ന് ഓടിച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ മെയിനായിട്ടുള്ള വിശേഷങ്ങൾ. ഇനി പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മൈലേജ്, അതായത് ഇപ്പോൾ ഒരു 15 km/ലിറ്റർ ഒക്കെ ഒരു സാധാരണ രീതിയിൽ ഓടിച്ച് പോകുമ്പോൾ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പറഞ്ഞത് നല്ല എൻഗേജിങ് ആയിട്ട്, നല്ല പവർഫുൾ ആയിട്ട്, നല്ല പെർഫോമൻസ് ഓറിയൻറ്റായിട്ടൊക്കെ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മൈലേജ് ഡ്രോപ്പ് ആകുന്നുമുണ്ട് ഈ ഒരു വണ്ടിക്ക്. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ ക്ലബ്ബിലുള്ള വണ്ടിയാണ്, ഓട്ടോബോട്ട്സിൻ്റെ ക്ലബ്ബിലുള്ള വണ്ടിയാണ്. അവിടെ ക്ലബിൻ്റെ ഇവൻറ്റിനും കാര്യത്തിനായിട്ടൊക്കെയാണ് മെയിനായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ നല്ല രീതിക്ക് അത്യാവശ്യം മോഡിഫൈ ചെയ്തിട്ടിരുന്നതാണ്, ലോവറൊക്കെ ചെയ്ത് എക്സോസ്റ്റ് എല്ലാം ചെയ്തിട്ടിരുന്ന ഒരു വണ്ടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ മോട്ടോർ വെഹിക്കിളിൻ്റെ സീനൊക്കെ വന്നത് കാരണം, നല്ല രീതിക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് കാരണം ഇപ്പോൾ എല്ലാം തന്നെ മാറ്റി വരുന്നത് ഒരുവിധം സ്റ്റോക്ക് ആക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എത്രത്തോളം പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഈ നമ്മുടെ ഈ രാജ്യത്ത് തന്നെ എത്രയോളം കൊള്ളരേഖകൾ നടക്കുന്നുണ്ട്. അതിനകത്തൊന്നും ആർക്കൊരു പ്രശ്നമില്ല. എന്നാൽ ഒരു വണ്ടിയെ സ്നേഹിക്കുന്ന ആൾ വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ ഇവിടെ കിടന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. കാരണം ഇതിലും വലിയ പുലികൾ ഒരുപാട് കിടന്ന് അലച്ചിട്ടും യാതൊരു മാറ്റവും വരുത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം വിടാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഹോണ്ട സിറ്റി VTECിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, VTECിനെ പറ്റി ഇനിയും മനസ്സിലാകാത്തവർക്ക് വേണ്ടി അടുത്ത ആഴ്ച ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് VTECിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, VTEC എങ്ങനെയാണ്, അത് VTEC കിക്ക് ഇൻ എന്നാണ് അതിന് പറയുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ മലയാളത്തിൽ എത്രത്തോളം VTEC ചവിട്ടിക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. VTEC കിക്ക് ഇൻ എന്നാണ് ആ ഒരു പ്രതിഭാസത്തെ വെളിയിലോട്ടൊക്കെ എല്ലാവരും പറയുന്നത്. അപ്പോൾ വെളിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും മെയിനായിട്ട് പറയുന്ന ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ നമുക്കിന്ന് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്തത് എൻ്റെ ഫ്രണ്ട് കൂടിയായിട്ടുള്ള ജസ്ബിനാണ്. അപ്പോൾ അവനോട് ഒരു വലിയ താങ്ക്സ് പറയുന്നു. അപ്പോൾ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഡീറ്റെയിൽസ്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്, വണ്ടിയുടെ മോഡ്സിനെ പറ്റിയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വണ്ടിയുടെ വിശേഷങ്ങളുമായിട്ട് കണ്ടുമുട്ടുന്ന വരെ ഗുഡ് ബൈ.